Good morning, students. Our today's topic is importance of strategic management. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനെ പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് ലാസ്റ്റ് പറഞ്ഞത്. ഇന്ന് പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. വൈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഏത് കാലത്താണെങ്കിലും ബിസിനസ് ഓർഗനൈസേഷൻ ഹാവ് ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ്, റിസ്ക് ആൻഡ് കോമ്പറ്റീഷൻ. സോ strategy is essential to survive them in the field. So strategic management is very important to every organization. We know that everyone in organization plays a role in strategic management. Understanding strategic decisions is important so you can do your job well and have your work valued and rewarded. Strategic management, every organization play a role in strategic management. ഓർഗനൈസേഷനിലെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ എല്ലാ പേഴ്സൺസും പങ്കാളികളാവുന്നുണ്ട് അല്ലേ. അപ്പോൾ നല്ലൊരു സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ഉള്ള ഒരു ഫേം ആകുമ്പോൾ ഓർഗനൈസേഷൻ ഓരോരുത്തരുടെയും ജോബും എന്താണ്, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കൊണ്ട് സാധിക്കും. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് മേക്ക് എ ഡിഫറൻസ് ഇൻ ദി പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയാനുള്ളതിന് ഒരു റീസൺ ആണത്. മേക്ക് എ ഡിഫറൻസ് ഇൻ ദി പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഓരോ ഫേമിനും ഓരോ സ്ട്രാറ്റജിയാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് യുണീക്കാണ്. ഓരോ ഫേമിനും ഓരോ സ്ട്രാറ്റജിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓരോ ഓർഗനൈസേഷന് മറ്റൊരു ഓർഗനൈസേഷനിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സഹായിക്കും. അവരുടെ പെർഫോമൻസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഓർഗനൈസേഷന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇറ്റ് മേക്സ് ഡിഫറൻസ് ഇൻ ദി പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഹയർ ലെവൽസ് ഓഫ് പെർഫോമൻസ് മെഷേർഡ് ബൈ പ്രോഫിറ്റ് ഇൻ കമ്പനീസ് വിത്ത് SM. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് വെച്ചിട്ടാണ് ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസും അതിൻ്റെ പ്രോഫിറ്റും ഒക്കെ മെഷർ ചെയ്യുക. അപ്പോൾ നല്ലൊരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കൊണ്ടുപോകുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ പ്രോഫിറ്റും പെർഫോമൻസും ഒക്കെ ഹയർ ലെവലിലാണ് ഉണ്ടാവുക. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണ്, നമ്മുടെ ഫേമിനെ മറ്റൊരു ഫേമിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു മെയിൻ എലമെൻ്റ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഓർഗനൈസേഷൻ. ദെൻ organizations are constantly faced with changing situation both internally and externally and are still expected to meet a certain level of output. Industries never stand still. Operations improve, markets expand, competition comes and goes. അതായത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയനാമിക് ആണ് അല്ലേ. എല്ലായ്പ്പോഴും സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കും ഒരു ഓർഗനൈസേഷൻ ഇല്ല. അത് എപ്പോഴും എന്താണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ എന്താണ് ഫേസ് ചെയ്യുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും എൻവയോൺമെൻറ്റൽ സിറ്റുവേഷനും ഇപ്പോൾ തന്നെ നമുക്കറിയാം. കൊറോണയൊക്കെ വന്ന സമയത്ത് ഒരുപാട് ഓർഗനൈസേഷൻസ് കുറേ ടൈറ്റായിട്ടാണുള്ളത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് പുതിയ സ്ട്രാറ്റജീസ് കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പോൾ constantly faced with the changing situation both internally and externally. So overcoming this situation they develop a good strategy. So strategic management is essential for the survival or growth of an organization. Okay, clear? The next, reputation. Global survey of financial analysis was conducted in 2008 and over 90% agreed reputation affect financial status of the organization. Measured aspect, executing strategy, transparency of information, strong corporate governance. ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷനെ സ്ട്രാറ്റജി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്ട്രാറ്റജി ഉള്ള ഒരു സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി, അതിൻ്റെ ട്രാൻസ്പെറൻസി, ഇൻഫർമേഷൻ്റെ ട്രാൻസ്പെറൻസി, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ്, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. നല്ലൊരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ എക്സിക്യൂഷൻ ഉള്ള ഫേം ആണെങ്കിൽ അത് വെൽ റെപ്യൂട്ടഡ് ആയിരിക്കും. അപ്പോൾ റെപ്യൂട്ടേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഓർഗനൈസേഷൻ. Then the way strategy is developed has an effect on performance according to past studies. Companies that collected information and used analytical techniques made more effective decisions than those that did not. Organizations that use several approaches to developing strategy outperformed those who only used one. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രാറ്റജീസ് ഓർഗനൈസേഷനിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതും അതിനുപയോഗിക്കുന്ന ടെക്നിക്സും അതുപോലെ തന്നെ
അപ്രോച്ചസ്, സ്ട്രാറ്റജീൻ്റെ വിവിധ അപ്രോച്ചസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഓരോ ഓർഗനൈസേഷൻ്റെതും യൂണീക്ക് ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഈ ഏരിയയിലൊക്കെ എന്താണ് ഒരു ഡിഫറൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാൻ നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിനായിട്ട് ഫോക്കസ് ഓൺ ദി കോർഡിനേറ്റ് ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺ സെയിം ഗോൾ. ഈച്ച് ഡിവിഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഗോൾ ഫോർ പെർഫോമൻസ്, contingent revenue, operational and output. Strategic management helps align these goals with the organization goal. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ഡിവിഷൻസ് ഒക്കെ ഉണ്ടാവും ഓർഗനൈസേഷൻ. ഇതിന് ഓരോന്നിനും ഓരോ ചെറിയ ചെറിയ ഗോൾസ് ഉണ്ടാവും. പക്ഷേ ഈ ഗോൾസ് എല്ലാം എന്തിന് ഓർഗനൈസേഷൻ ഗോൾ അറ്റൈൻ ചെയ്യാനുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് അലൈൻ ചെയ്ത് കൃത്യമായ ഓർഡറിൽ കൊണ്ടുപോകാൻ എന്തിനു സാധിക്കും, നല്ലൊരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിന് സാധിക്കും. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഓവറോൾ അറ്റൈൻമെൻറ്റിലേക്ക് ബാക്കിയുള്ള എല്ലാ ഗോൾസിനെയും ഒബ്ജക്റ്റീവ്സിനെയും ഒക്കെ അലൈൻ ചെയ്ത് കൊണ്ടുപോകാൻ നല്ലൊരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഇതൊന്നുമല്ല, ഇതിൽ ഒരുപാട് കൂടുതൽ പോയിൻറ്റ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ബാക്കി ഒന്നുകൂടി വായിച്ച് നോക്കുക. ജസ്റ്റ് അതിൻ്റെ ഒരു ഹിൻറ്റ് മാത്രമാണ് ഞാൻ തരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് സമ്മപ്പ് ചെയ്ത് കുറച്ച് പോയിൻറ്റ്സ് ആക്കിയിട്ടാണുള്ളത്. ബെനിഫിറ്റ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ ഫസ്റ്റ്, ഇംപ്രൂവ് ദി എംപ്ലോയീസ് എഫിഷ്യൻസി. This helps to employee to perform a job accurately and expertise which leads to increase in efficiency. കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, പോയിൻ്റ് എക്സ്പ്ലനേഷൻ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. ഇംപ്രൂവ് എംപ്ലോയീസ് എഫിഷ്യൻസി, എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി, അവരുടെ പെർഫോമൻസിൻ്റെ ആക്യുറസിയും എക്സ്പെർട്ടൈസും ഒക്കെ ഇൻക്രീസ് ചെയ്യാനും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും ഒരു ഗുഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിന് കഴിയും. അപ്പോൾ അതാണ് ഫസ്റ്റ് ബെനിഫിറ്റ്. ദെൻ choice of strategy. Strategic management helps to management to select the best possible strategy option. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്താണ്, അതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് ഡെവലപ്പ് ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് ആൻഡ് സെലക്ട് ദി ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഫീഡ്ബാക്ക്, അങ്ങനെയാണ് വന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും നല്ല സ്ട്രാറ്റജി, ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പോസിബിൾ സ്ട്രാറ്റജിക് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നമ്മളെ സഹായിക്കും. ഓർഗനൈസേഷൻ്റെ ഏത് കാര്യം വരുവാണെങ്കിലും അതിന് ഏറ്റവും നല്ല ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കൊണ്ട് സാധ്യമാണ്. ദെൻ SWOT അനാലിസിസ്. മറ്റൊരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ബെനിഫിറ്റാണ് ഇറ്റ് ഹെൽപ്സ് ടു SWOT അനാലിസിസ്. SWOT അനാലിസിസ് നമ്മൾ മുൻപ് പറഞ്ഞതാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. SWOT അനാലിസിസ് എന്താണ്? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് അനാലിസിസ്. ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ദെൻ അവർ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുന്നിലുണ്ട്, എന്തൊക്കെയാണ് അവർ ഓവർകം ചെയ്യേണ്ട ത്രെഡ്സ്, ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സഹായിക്കും. കാരണം SWOT അനാലിസിസ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ടാണ്. This helps the business to keep pace with the changing nature of the environment affecting to the firm. Okay, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ. ദെൻ എയ്ഡ്സ് ഇൻ പ്ലാനിങ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു ഫ്രെയിം എ റിയലിസ്റ്റിക് പ്ലാൻ. അപ്പോൾ അങ്ങ് ഏതെങ്കിലും സ്വപ്നലോകത്തിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പോലെയല്ല, എന്താണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഒരു റിയൽ ആയിട്ടുള്ള പിടിച്ചു നിൽക്കേണ്ട ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. എയ്ഡ്സ് ഇൻ പ്ലാനിങ്. Strategic management helps to frame realistic plans. Okay. Then organizing resources. This is possible only with the systematic plan, which is to result of strategic management. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെയുള്ള റിസോഴ്സസ് ഒന്നും വേസ്റ്റ് ആവില്ല. കാരണം എല്ലാ റിസോഴ്സും കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നല്ലൊരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നിലവിലുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. എന്താ the system and which is the organizing resources or effective utilization of the resources is the result of strategic management. Okay, then helps in evaluation. The important aspects of strategic management is evaluation of plans or strategy. എന്താണ് ഓർഗനൈസേഷൻ അവരെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ ലാസ്റ്റ് പറഞ്ഞ എന്താണ്, ഇംപ്ലിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക് ആണ് അല്ലേ. ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓർഗനൈസേഷൻ അവരെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ത്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ഇവാലുവേഷൻ. ദ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് ഇവാലുവേഷൻ ഓഫ് പ്ലാൻസ് ഓർ സ്ട്രാറ്റജി. ദെൻ facilitate communication. For its proper execution, there is need to have proper communication and coordination at
all levels of operation. നമുക്കറിയാം സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ, സ്ട്രാറ്റജിക് പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിൻ്റെ ജോലിയാണ്. പക്ഷേ അവർ കൃത്യമായിട്ട് ലോവർ ലെവൽ വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷൻ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എൻഷുർ ചെയ്യുന്നുണ്ട് ഇതിലൂടെ, നല്ലൊരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലൂടെ. ഓക്കെ, പോയിന്റ് ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ. ഫോർ ഇറ്റ്സ് പ്രോപ്പർ എക്സിക്യൂഷൻ ദർ ഈസ് എ നീഡ് ടു ഹാവ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ അറ്റ് ഓൾ ലെവൽസ് ഓപ്പറേഷൻസ്. ദെൻ ഹെൽപ്സ് ടു ഫേസ് കോമ്പറ്റീഷൻ. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ എയിം തന്നെ അല്ലേ. സോ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു ഫേസ് കോമ്പറ്റീഷൻ. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇനേബിൾസ് എ ഫേം ടു മീറ്റ് കോമ്പറ്റീഷൻ മോർ എഫക്റ്റീവ്ലി. മോർ എഫക്റ്റീവായിട്ട് കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് എന്ത്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് പോവാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം അത് ഓർഗനൈസേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ ഓർഗനൈസേഷൻ തന്നെ അവരുടെ സിറ്റുവേഷൻസ്, ഫേസിങ് സിറ്റുവേഷന്, ചേഞ്ചിങ് സിറ്റുവേഷനുമായിട്ട്, ഡൈനാമിക് ആയിട്ടുള്ള സിറ്റുവേഷനുമായിട്ട് എന്താണ് കമമറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. റെപ്യൂട്ടേഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നു. ഓർഗനൈസേഷൻ്റെ ഓൾ ലെവൽസ് ആൻഡ് കോർഡിനേഷൻ എൻഷുർ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസിൽ വന്നത്. ദെൻ പോയിൻറ്റ്സ്, ബെനിഫിറ്റ്സിൽ ഇംപ്രൂവ് എംപ്ലോയീസ് എഫിഷ്യൻസി, ചോയ്സ് ഓഫ് സ്ട്രാറ്റജി, SWOT അനാലിസിസ്, എയ്ഡ്സ് ഇൻ പ്ലാനിങ്, ഓർഗനൈസിങ് റിസോഴ്സസ്, ഹെൽപ്സ് ഇൻ ഇവാലുവേഷൻ, ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ, ഹെൽപ്സ് ടു ഫേസ് കോമ്പറ്റീഷൻ. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇന്നിപ്പോൾ ഇത്ര മതി. അപ്പോൾ എടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.